20 വർഷം പരമാവധി ശിക്ഷയായിട്ടാണ് കാണുന്നത്. ബാക്കി വിവരങ്ങൾ അറിഞ്ഞില്ല. ഇതിപ്പോൾ വന്ന വിവരം അനുസരിച്ച് മാത്രമുള്ള പ്രാഥമികമായ ഒരു പ്രതികരണമാണ്. എന്തായാലും അത് നല്ല സന്ദേശം നമുക്ക് നൽകും എന്നാണ് കണക്കാക്കുന്നത്. അതെല്ലാം ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. വിധി പകർപ്പ് കിട്ടിയതിന് ശേഷമാണ് ഇപ്പോൾ ഈ ഭാഗത്തിൽ പ്രോസിക്യൂഷൻ സുദീർഘമായ രൂപത്തിൽ പ്രവർത്തിച്ചു എന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. രണ്ടാം ഭാഗത്തും പ്രോസിക്യൂഷൻ നല്ല രീതിയിൽ തന്നെയാണ് പ്രവർത്തിച്ചു എന്നാണ് നമ്മൾ കണക്കാക്കുന്നത്. എന്നാൽ അത് എങ്ങനെ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതിൽ എന്തുകൊണ്ട് കഴിഞ്ഞില്ല എന്നതാണ് കോടതിയുടെ ഭാഗം. അപ്പോൾ നമുക്ക് കോടതി എങ്ങനെയാണ് സമീപിച്ചിട്ടുള്ളത്, കോടതിയുടെ മുൻപിൽ വന്നിട്ടുള്ള വാദങ്ങൾ, കേസ് തെറിയിൽ വിശദാംശങ്ങൾ, ഇതെല്ലാം തന്നെ നമുക്ക് വിധി പകർപ്പ് വന്നാൽ മാത്രമേ മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ. അതിനുശേഷം ആവശ്യമായ തുടർ നടപടികൾ സ്വീകരിക്കും. സമൂഹ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ ഈ കേസുമായി ബന്ധപ്പെട്ട് പല രീതിയിലുള്ള പ്രതികരണങ്ങളാണ്. പ്രോസിക്യൂഷനെതിരെ വ്യാപകമായിട്ടുള്ള വിമർശനം, ഈ വിധിന്യായം പറഞ്ഞ ജഡ്ജിനെതിരെ വ്യാപകമായിട്ടുള്ള വിമർശനം, അതെല്ലാം തെറ്റായ രീതിയാണ്. നമുക്ക് വിധിയോട് വിയോജിപ്പുണ്ടാകാം, പക്ഷേ അന്വേഷണ സംഘം കണ്ടെത്തുന്ന നിഗമനങ്ങളുടെ അടിസ്ഥാനത്തിലാണ് കുറ്റപത്രം തയ്യാറാക്കുന്നത്. അതിനടിസ്ഥാനത്തിൽ പ്രോസിക്യൂഷൻ ബാധിക്കുന്നു. ഈ കേസിൽ അതിജീവിത ആവശ്യപ്പെട്ടത് പ്രകാരമാണ് നമ്മൾ ഒന്നാമത്തെ പ്രോസിക്യൂഷനായിട്ടുള്ള അഭിഭാഷകൻ നിയോഗിച്ചു. അദ്ദേഹം രാജിവെച്ചപ്പോൾ രണ്ടാമത്തെ അതെല്ലാം തന്നെ അതിജീവിത അഭിപ്രായം കൂടി പരിഗണിച്ചുകൊണ്ടാണ് ഗവൺമെൻറ് സ്പെഷ്യൽ പ്രോസിക്യൂട്ടറെ നിയോഗിക്കുന്നത്. അവരെല്ലാം നല്ല രീതിയിൽ തന്നെ പ്രവർത്തിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ജഡ്ജി വിധി പറയുമ്പോൾ വിധിന്യായത്തെ നമുക്ക് വിമർശിക്കാം, അല്ലാതെ മറ്റിപ്പോൾ തിരുവനന്തപുരത്ത് ജാമ്യം കിട്ടി, അത് ഒന്നാം കേസിനകത്ത് ജാമ്യം കൊടുത്തില്ലല്ലോ, രണ്ടാം കേസിൽ എന്തുകൊണ്ട് കൊടുത്തു, എന്നാൽ അങ്ങനെയുള്ള അഭിപ്രായങ്ങൾ വിധിയെ നമുക്ക് വിമർശിക്കാം. പക്ഷേ വിധി പറയുന്ന ന്യായാധിപർക്ക് നേരെയുള്ളതിനെ നമ്മൾ യോജിക്കുന്നില്ല. സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ഉള്ളത് എന്തുകൊണ്ട് അതിലേക്ക് എത്തി എന്നുള്ളത് നമുക്ക് വിധി പൂർണ്ണമായി വായിച്ചാൽ മാത്രമേ മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ. അതിനുശേഷം മാത്രമേ നമുക്ക് തുടർ നടപടികൾ ഏത് രൂപത്തിൽ വേണമെന്ന് തീരുമാനിക്കാൻ കഴിയൂ. 20 വർഷം ശിക്ഷ കിട്ടിക്കഴിഞ്ഞാൽ സാധാരണഗതിയിൽ നമ്മൾ നോക്കുമ്പോൾ പ്രോസിക്യൂഷന് വീഴ്ചയുണ്ടെന്ന് ആരെങ്കിലും പറയൂ? പ്രതികൾ 20 വർഷം കഠിന തടവെന്നുള്ളതാണ്. ഇതിനോടകം തന്നെ ഈ പറയുന്ന 376D ഗാങ് റേപ്പിന്റെ വകുപ്പ് ചുമത്തപ്പെട്ട കേസിൽ ഷാൽ നോട്ട് ബി ലെസ് ദാൻ 20 years but which may extend to life which shall mean imprisonment for the remainder of that person's natural life and with fine എന്ന് പറഞ്ഞാൽ അതിന്റെ മിനിമം ശിക്ഷയാണ് 20 വർഷം. മാക്സിമം ശിക്ഷ എന്ന് പറയുന്നത് ലൈഫ് ഇംപ്രിസൺമെന്റ്, ജീവപര്യന്തമാണ്. അപ്പോൾ 20 വർഷം കഠിന തടവ് എന്ന് പറയുന്നത് മാക്സിമം ശിക്ഷയാണ് എന്ന വാദം എങ്ങനെയാണ് ശരിയാവുമെന്ന് അറിയില്ല. എന്തായാലും കുടുംബ പശ്ചാത്തലം പരിഗണിക്കുകയും പ്രതികൾ 40 വയസ്സിൽ താഴെയുള്ളവരാണെന്ന് പരിഗണിക്കുകയും കോടതി എന്ന് എടുത്തു പറയുന്നുണ്ട്. അതുകൊണ്ടാവണം പക്ഷേ 20 വർഷം കഠിന തടവ് എന്ന ശിക്ഷാവിധിയിലേക്ക് ആ വകുപ്പിലുള്ള മാക്സിമം ശിക്ഷ അതല്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.